ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വിശേഷങ്ങളുള്ളൊരു വീഡിയോ. ഞാൻ സ്കൂളിലേക്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നതിൻ്റെ ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഇത്. എനിക്ക് യൂണിഫോം കിട്ടിയപ്പോൾ ഞാൻ പിറ്റേ ദിവസം തൊട്ട് യൂണിഫോം ഞാൻ രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ സ്കൂളിൽ പോകാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ കുളിച്ച് ഞാൻ കണ്ണ് എഴുതാണ് ഗായ്സ്. കണ്ണ് എഴുതുമ്പോൾ എനിക്ക് കണ്ണ് എഴുതാണ്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല. കാരണം എൻ്റെ കണ്ണ് എഴുതിയില്ലെങ്കിൽ ഒരുമാതിരി ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കണ്ണ് എഴുതണേ. എനിക്ക് വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാനൊരു 5:30 ആകുമ്പോൾ എണീറ്റിട്ട് ഞാൻ ഇരുന്ന് പഠിക്കും കേട്ടോ. ഒരു 7 മണി 7:30 വരെ ഞാൻ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടികൾക്ക്. പിന്നെ ക്ലാസ് ഒന്നും ഇപ്പം അങ്ങനെ എടുത്തു തുടങ്ങിയിട്ടില്ല, കുറച്ചായിട്ട് എടുക്കണുള്ളൂ. പിന്നെ കുറേ പേര് കണ്ണ് എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്യൂട്ടോറിയൽ പോലെ കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഗൈസ്, എനിക്കങ്ങനെ കാണിക്കാൻ അറിയില്ല. എനിക്കങ്ങനെ ക്യാമറയിൽ വെച്ചിട്ട് എഴുതാനും എനിക്കങ്ങനെ അറിയില്ല. ഞാൻ പണ്ടൊക്കെ കുറേ സമയം എടുത്തിട്ടാണ് കണ്ണ് എഴുതാറ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഗൈസ് ഞാൻ കണ്ണ് എഴുതും മായ്ക്കും അങ്ങനത്തെ സ്വഭാവമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ സ്പീഡായിട്ട് കണ്ണ് എഴുതണമുണ്ട്. ഒറ്റ എഴുത്തിൽ തന്നെ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് കിട്ടും. നമ്മുടെ കണ്ണെഴുത്തൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതേ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. പിന്നെ ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറും മുട്ടയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അമ്മ ഇടയ്ക്ക് എനിക്ക് ഉണ്ടാക്കി തരും സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. ഞാനിപ്പോൾ ഇരിക്കുകയാണ്. എനിക്ക് 8:30 പോകണ്ടുള്ളൂ. ഇപ്പോൾ 8 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയല്ല, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് ഹാൻഡ് ബുക്ക് എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. തൃശ്ശൂരുള്ളവരാണെങ്കിൽ പാറമേക്കാവ് സ്കൂളിൻ്റെ പാറമേക്കാവ് സ്കൂളുണ്ട്, +1 +2 സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്. ആ വഴിയിൽ ABC ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് സ്റ്റാൾ ഉണ്ട്, ചെറിയൊരു ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പം അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ഞാൻ വഴിയിൽ തന്നെ ആ റൗണ്ടിലേക്ക് കയറുന്ന ഒരു വഴി. പിന്നെ പറഞ്ഞുള്ളത് തൃശ്ശൂർ പുളിമൂട്ടിൽ സിൽക്സിന്റെ ഓപ്പോസിറ്റ് വരിയില്ലേ, ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ പോയി ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. അവിടെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ പിന്നെ ചോദിച്ചായിരുന്നു. എൻ്റെ സ്കൂളിൽ 4:30 വരെ ഉച്ച വരെ ഫസ്റ്റ് ഡേ സ്കൂൾ തുറക്കുമ്പോൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് 4:30 എനിക്കെന്നല്ല ഉണ്ടായിരുന്നു. കുറെ പേർക്ക് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. കുറെ സ്കൂളിനൊക്കെ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് 4:30 വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകൾ അവയർനെസ് ക്ലാസ്സുകളായിരുന്നു ഞങ്ങൾക്ക്. അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പഠിപ്പിച്ചൊന്നും ഇല്ല. അന്ന് ബോറടിച്ച് കത്തോ ഇരുന്നിട്ട് ഇന്നലെ ചെറുതായിട്ട് പഠിപ്പിച്ചുള്ളൂ. ഇന്നലെയും ക്ലാസ് ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട്. ഇങ്ങനെ പോകും, ക്ലാസ് കുറവാകും ക്ലാസ് എടുക്കല്. അടുത്ത മാസം തൊട്ട് നന്നായി ക്ലാസ് എടുക്കുന്നതാണ് പറയണേ. അപ്പൊ അങ്ങനെ പിന്നെ എന്തിനാ സ്പെക്സ് വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഷോർട്ട് സൈറ്റ് ആണ്. അപ്പൊ അതിനാണ് ഞാൻ വെക്കുന്നത്. ഞാൻ ഇത്ര നാളും വെച്ച് കണ്ടിട്ടുണ്ടാവില്ല. അത് എൻ്റെ മടി കാരനാണ് ഞാൻ വെക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഇടയ്ക്ക് ഷോർട്ട് സൈറ്റ് എനിക്ക് ക്ലിയർ. എ കണ്ടീഷൻ ഇൻ വിച്ച് ക്ലോസ് ഒബ്ജക്ട്സ് അപ്പിയർ ക്ലിയർലി ബട്ട് ഫാർ വൺസ് ഡോണ്ട്. ഷോർട്ട് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ B+ കിട്ടിയ ആൾക്ക് അറിയാണ്ടൊന്നും ഇരിക്കില്ല. എന്ത് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഒക്കെ അറിയാണ്ടിരിക്കില്ല. ആർക്കും അറിയാണ്ടിരിക്കില്ല. പഠിക്കാൻ പറ്റുള്ളൂ. കുറെ പേര് കണ്ണാട ഉണ്ടെങ്കിലും വെക്കാൻ മടിയുള്ളവരുണ്ട്. അപ്പൊ എന്താ പറയാ അവരോട്? കണ്ണാട നമുക്കിപ്പോ വെച്ചാലാണ് കുറെ നേരം കഴിഞ്ഞിട്ട് ശരിയാവുള്ളൂ. കുറെ കാലം കഴിയുമ്പോൾ കണ്ണ് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജീവിതകാലം മൊത്തം അത് വെക്കേണ്ടി വരും. പിന്നെ ടെക്സ്റ്റ് വേണ്ടെന്നാണ് പറഞ്ഞത്. കുട്ടി പറയണ്ടേടാ ടെക്സ്റ്റ് വേണമെന്നൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ സ്കൂളിൽ പറഞ്ഞു ടെക്സ്റ്റ് കൊണ്ടുവരണം എന്ന്. പറയുമ്പോൾ ടെക്സ്റ്റ് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ടെക്സ്റ്റ് കയ്യിലിരിക്കണം. അത് പറയുമ്പോൾ കൊണ്ടാണ് പറയണേ. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. കൂടുതലും നോട്ട് എഴുതി തരാന്ന് പറഞ്ഞേ. പക്ഷെ ടെക്സ്റ്റ് പറയുമ്പോൾ ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിരുന്നത് ഞാൻ ഹിന്ദിയാണ് എടുത്തിട്ടുള്ളത്. ഹിന്ദിക്കാണെങ്കിൽ ഒരു കൊന്നു പിള്ളേരുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് 10 മണിക്ക് സ്കൂളിൽ പോയാൽ പഠിക്കായിരുന്നു. ഇത്ര നേരം പഠിച്ചു കഴിഞ്ഞാ എല്ലാം പഠിച്ചു കഴിഞ്ഞാ ഉമ്മ കൊടുക്ക ചേച്ചിക്ക്. ഉമ്മ കൊടുക്ക ചേച്ചിക്ക്. ഉമ്മ എന്തേലില്ല. ഞാൻ ഉമ്മ കൊടുക്കാൻ ചെന്നാലും അവള് പല്ല് പോയില്ലേ? കുഞ്ഞാറ്റയുടെ എത്ര പല്ല് പോയി കാണിച്ചു കൊടുത്തേ? 2 പല്ല്. ഒരെണ്ണം പോയി വന്നു തുടങ്ങി. ഒരു പല്ല് അതിന്റെ അപ്പുറത്ത് തന്നെ അടുത്തതും പോയി. ഒരു പല്ല് മിനിഞ്ഞാന്നല്ലേ പറിച്ചേ? ഒരാളെ ഞങ്ങള് ഇരിക്ക എന്തോ കാര്യം പറഞ്ഞ് ആന്റി ഇത് പറഞ്ഞിട്ട് വന്നിട്ടേ പേടിച്ചു. നോക്കിയോ വായ നിറച്ച് ചോരയുടെ കയ്യില് പല്ലും ഇടത് കയറ്റിട്ടാ വള്ളി കാണിച്ച് നടക്കുള്ള ശരീരം.
അത്രയൊന്നുമില്ല. ഈ കമ്പനിയുടെ പൊട്ടത്തോടെ അടച്ചേ കണ്ണിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി ഞാനിപ്പോ. പഠിപ്പൻ പോട്ടെ. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ നേരെ സ്കൂളിൽ പോയി. അങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്നപ്പം നമുക്ക് കൊറിയർ കുട്ടിക്ക് കൊടുക്കാനുണ്ട്. കോഴിക്കുള്ളിലാണ് വീടും. അപ്പോൾ നമ്മൾ നേരെ പോയത് കൊറിയർ അയക്കാനാണ്. അങ്ങനെ കൊറിയറൊക്കെ അയച്ച് കോഴിക്കുള്ളിൽ പോയി ഞങ്ങൾ. പിന്നെ കോഴിക്കുള്ളിയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കാണിച്ചു തരാം. നമ്മുടെ ജിസ്മോൻ. കുറേ നാളായി തോന്നുന്നു ജിസ്മോനെ കണ്ടിട്ട്. അപ്പോൾ ജിസ്മോനും പ്രിയാൻ്റിയും ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരാണ് ഇപ്പം നിൽക്കുന്നത്. തൃശ്ശൂർ കോഴിക്കുള്ളിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അവിടെ വീടെടുത്തിട്ട് വയനാട്ടിൽ നിന്ന് അവരിപ്പോൾ ഇവിടെയാണ് സെറ്റിൽ ആയിക്കണേ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് കോഴിക്കുള്ളിയിൽ അവരുടെ വീടിൻ്റെ അപ്പുറത്തുള്ള വഴിക്കൂടെയാണ് ആ കുട്ടിയുടെ വീട്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് വെറുതെ അവിടെ കയറിയപ്പോൾ ജിസ്മോൻ എനിക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അവൻ ന്യൂഡിൽസ് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തുവിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നെ ഇനിയും തൃശ്ശൂർ ഡയറക്റ്റ് കൊണ്ടു കൊടുക്കാനുള്ള 2-3 പേരുണ്ട്. അപ്പം അവർക്കും കൊണ്ടു കൊടുക്കണം. ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റാഞ്ഞത്. അപ്പം നമ്മളിനി കൊണ്ടു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് അന്നത്തെ ദിവസത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊരു സൺഡേയിലത്തെ വിശേഷങ്ങളാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിൽ പോവാണ്. നമുക്ക് കാറ്റീസ് ഉണ്ടല്ലോ, കാറ്റീസ് വീണ്ടും തുടങ്ങി. അപ്പം നമ്മൾ കാറ്റീസത്തിന് പോവാണ്. എവിടെ പോവാണ്? പള്ളിക്ക് പോവാണ്. അപ്പോൾ പള്ളി പോവാണ് നമ്മൾ. നമുക്കിന്ന് കാറ്റീസ് ഉണ്ട്. അപ്പോൾ പള്ളി പോയിട്ട് വരാം. പള്ളി പോകാൻ വേണ്ടി റെഡിയായി. ബാഗൊക്കെ ഇട്ടിട്ടാണ് കുഞ്ഞാൻ്റെ പോണത്. എനിക്ക് പിന്നെ ബാഗ് ഇല്ല, എനിക്ക് ബുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൊണ്ടുപോകാണ്ടാണ് പോവാറ്. അപ്പോൾ നമുക്ക് പോവാം. പോയി വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാൻ. ടാറ്റാ. ഞാൻ ചെല്ലട്ടോ, അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ സ്പെഷ്യലാണ് ചെമ്മീൻ. പക്ഷെ കുഞ്ഞു ചെമ്മീനാണ്. ഇതൊക്കെ ഇതൊക്കെ ഇപ്പം ഉണ്ട്. പക്ഷെ ഇത് പൊളിച്ച് കഴിയുമ്പം കുറച്ചുണ്ടാവുള്ളൂ. ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. ടാറ്റാ ബൈ. തള്ളി വിടണ തന്നെ പൊക്കോ എന്ന് പറഞ്ഞിട്ട്. അവളൊക്കെ പോയി. അവള് ഓടിയാണ്. മുമ്പ് ഞാൻ പോട്ടെ. അവിടെ തുടങ്ങി ഞാൻ സിനിമ കുർബാനക്ക് കഴിഞ്ഞ് വന്നുട്ടാ. വന്നപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗായ്സ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. Fantastic. ഇനി നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇട്ട് നമ്മൾ മീൻ കറി വെക്കില്ല, അതുപോലെ തന്നെ ഇങ്ങനെ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് കഴിക്കാം. നമുക്ക് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം കിടക്കണം എന്ന് നിർബന്ധമാണ്. അപ്പം ഞാൻ കുറച്ചു നേരം കിടക്കായിരുന്നു. അപ്പോഴാണ് ഗൈസ് ഒരാൾ വന്നത്. ആരാ? നമ്മുടെ കുക്കു. അങ്ങനെ കുക്കുവിനെ കുറച്ച് നേരം ഞാൻ കളിപ്പിച്ചു. അങ്ങനെ കുറച്ച് നേരം കുക്കുവിനെ കളിപ്പിച്ച് ഞാൻ ഈവനിങ് ആയപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഗൈസ് നമ്മളിനി ഡാൻസിന് പോവാണ്. അപ്പോൾ ഞാൻ കുളിച്ച് ഇപ്പോൾ ഡാൻസ് പോകാൻ വേണ്ടി ഇറങ്ങാണ്. നമുക്ക് ഇവിടെ നിന്ന് ബസ്സില്ല. നമ്മുടെ ഞായറാഴ്ചകളിൽ ഇവിടെ നിന്ന് ബസ് ഉണ്ടാവില്ല. അത് കാരണം അമ്മ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോവാണ് ഗൈസ്. അമ്മ ഇന്നലെ ഇട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിപ്പെൻഡായി ആരെങ്കിലും ഡിപ്പെൻഡായി നിൽക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷെ അമ്മനെ കൊണ്ടാക്കണം, അത് വേറെ കാര്യം. അത് കുഴപ്പമില്ല, പോവാം.
അങ്ങനെ ഗൈസ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ആക്കിയിട്ട് മമ്മ പോയി. അങ്ങനെ ഞാൻ ഇപ്പോൾ തൊട്ട് ബസ്സിലാണ് പോകുന്നത്. മമ്മ അവിടെ വന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കണം. എൻ്റെ ഡാൻസ് കഴിയണം വരെ മമ്മ അവിടെ ഇരിക്കണം. എന്നിട്ട് എൻ്റെ കൂടെയാണ് മമ്മ വരുള്ളൂ. അപ്പം മമ്മ അവിടെ വെറുതെ ഇരിക്കും. മമ്മയ്ക്ക് അതൊരു മുഷിപ്പാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തൊട്ട് ബസ്സിൽ പോകണമെന്ന്. അങ്ങനെ ബസ് കയറി അവിടെ ഇറങ്ങി. ഞാൻ കിഴക്കേക്കോട്ടയിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് കിടന്നിട്ട് വേണം അങ്ങോട്ട് നടക്കാൻ. അപ്പോൾ ഞാൻ അവിടെ പിന്നെ ബസ്സിലധികം തിരക്കൊന്നുണ്ടായി, അതുകൊണ്ട് ഇരുന്നിട്ട് പോവാം. പിന്നെ വരുമ്പോഴാണ് കുറച്ച് തിരക്കുണ്ടാവുള്ളൂ, അപ്പോൾ നമ്മൾ നിൽക്കണം. അങ്ങനെ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് സാറ് ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും സാറൊക്കെ കൂടെ ഒരുമിച്ചാണ് ഡാൻസ് ക്ലാസ്. അപ്പോൾ അതാണ് നമ്മുടെ ഷാനി സാറ്. അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് ഷാനി സാർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാമായിരുന്നു. അങ്ങനെ ഡാൻസ് കഴിഞ്ഞു എല്ലാവരും പോയി തുടങ്ങി. പിന്നെ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ മുമ്പ് പഠിച്ച കൊറിയോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് എൻ്റെ ബാക്കിൽ നിന്ന് കളിക്കുന്നുണ്ട്. അവർ അതിൻ്റെ കൊറിയോ. നമ്മളിനി ബസ്സിൽ വേണം പോകാൻ. അപ്പോൾ ഞാൻ ജൂബിലിയുടെ അവിടെ നിന്നാണ് കേട്ടോ ബസ് കയറാം. അപ്പോൾ നമ്മുടെ കൂടെ ബാധു ഉണ്ടാവാറുണ്ട്. പക്ഷേ കഴിച്ച് അവൻ എന്നെ ചതിച്ചു. അന്ന് എൻ്റെ കൂടെ വന്നില്ല. അവൻ ആ കൊറിയയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ നിന്നു. അവൻ എന്നോട് ചോദിച്ചു കൊണ്ടാക്കി തരണം. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞങ്ങനെ ഞാനങ്ങനെ. അല്ലെങ്കിൽ അവൻ എന്നെ അവിടെ കൊണ്ടാക്കി അവിടെ എന്തൊരു ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് എന്നെ ബസ് കയറ്റി വിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോകുള്ളൂ. ഭയങ്കര കെയറിങ് ആണ് ഗൈസ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ബസ് കയറണോണ്ട് അമ്മച്ചിയും അമ്മയ്ക്കും എനിക്ക് കുറേ അവയർനെസ് ഒക്കെ തന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൽ ഇവിടെ ഇങ്ങനെ കയറണം, ആ ബസ്സിൽ ഇങ്ങനെ കയറണം, ഇവിടെ നിന്ന് കയറണം, അവിടെ നിന്ന് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചിയാണ് അതിൻ്റെ മെയിൻ ആൾ. അമ്മച്ചിയാണ് എൻ്റെ ബസ് കയറാൻ പഠിപ്പിച്ചത്. എന്നും ബസ്സിൽ കയറുന്നവർക്ക് തോന്നുന്നു ഇതൊക്കെ എന്തെന്ന് തോന്നും. പക്ഷേ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ ഇപ്പോൾ തൃശ്ശൂർ വരെ വരുന്നത്. കാരണം എപ്പോഴും എൻ്റെ കൂടെ മമ്മ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ മമ്മയുടെ കൂടെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ നടക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ബസ് ഇറങ്ങിയപ്പം അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മയുടെ കൂടെ ഞങ്ങൾ 1-2 സംഭവങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ മമ്മയുടെ കൂടെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 2 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും